നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നേരിട്ടുള്ള വിമാന സർവീസുകൾക്ക് സൗദി അറേബ്യ അനുമതി നൽകിയത്. പ്രവാസികളുടെ ഈ ആവശ്യം പൂവണിഞ്ഞതിന്റെ സന്തോഷത്തെ തല്ലിക്കെടുത്തുന്നതാണ് പൊള്ളുന്ന ടിക്കറ്റ് വില. ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് വിമാനയാത്രയ്ക്കായി വലിയ ടിക്കറ്റ് നിരക്കാണ് ഈടാക്കുന്നത്. സൗദിയിലെ ഏത് വിമാനത്താവളത്തിലേക്ക് പോകണമെങ്കിലും 6 ലക്ഷത്തിലധികം രൂപ ടിക്കറ്റ് നിരക്കായി കൊടുക്കേണ്ടി വരും. കോവിഡ് കാരണം ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയ പ്രവാസികൾക്ക് വീണ്ടും തിരിച്ചു പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ താങ്ങാൻ സാധിക്കാത്ത ടിക്കറ്റ് നിരക്കാണ് ഈ തുക. ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് പല പ്രവാസികളും കടന്നുപോകുന്നത്. എന്നാൽ ചാർട്ടേഡ് വിമാനങ്ങൾ 40,000-ന് മുകളിലാണ് നിരക്ക് ഈടാക്കുന്നത്. സൗദിയിൽ നിന്ന് വാക്സിൻ എടുത്തു പോകുന്നവർ ആണെങ്കിൽ ചെലവ് കുറയും. എന്നാൽ ഇന്ത്യയിൽ നിന്നും വാക്സിൻ എടുക്കാത്തവർക്ക് ക്വാറന്റൈൻ പാക്കേജ് ഉൾപ്പെടെയാണെങ്കിൽ വീണ്ടും ചെലവ് വർദ്ധിക്കും. സൗദി സൗജന്യമായി ഇഖാമയും റീ എൻട്രി വിസയും പ്രവാസികൾക്ക് നീട്ടി നൽകിയിട്ടുണ്ട്. ഇതിന്റെ കാലാവധി ജനുവരി 31-ന് അവസാനിക്കും. അതിനു മുൻപ് സൗദിയിലേക്ക് മടങ്ങിപ്പോകണം. എന്നാൽ വില്ലനായിരിക്കുന്ന ടിക്കറ്റ് നിരക്ക് കാരണം പ്രവാസികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇഖാമയും റീ എൻട്രി വിസയും സൗജന്യമായി പുതുക്കി നൽകിയതുകൊണ്ടാണ് പലർക്കും സൗദിയിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചത്. അല്ലാതെ വലിയ തുക നൽകി വിസയും ടിക്കറ്റും എടുത്ത് സൗദിയിലേക്ക് വരാനുള്ള സാമ്പത്തിക ശേഷി പലർക്കും ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ. 1 വർഷത്തേക്ക് ഇഖാമ പുതുക്കാൻ ഏകദേശം 11,000 സൗദി റിയാൽ വേണ്ടിവരും. അതായത് 2,20,000 ഇന്ത്യൻ രൂപ ചെലവ് വരും. അതേസമയം പ്രവാസികൾക്ക് ആശ്വാസകരമായി ഇന്ത്യക്കും സൗദി അറേബ്യയ്ക്കും ഇടയിൽ എയർ ബബിൾ കരാർ പ്രകാരമുള്ള സർവീസുകൾ നിലവിൽ വരുന്നു. ജനുവരി 1 മുതൽ സർവീസുകൾ ആരംഭിക്കാമെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയമാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിമാന കമ്പനികൾക്ക് അറിയിപ്പ് നൽകാൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യക്കും സൗദി അറേബ്യയ്ക്കും ഇടയിൽ നിലവിൽ ചാർട്ടേഡ് വിമാന സർവീസുകളാണ് ഉള്ളത്. കോവിഡ് പ്രതിസന്ധി കാരണം സാധാരണ നിലയിലുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ തുടങ്ങുന്നത് ഇന്ത്യ നീട്ടിവെച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യയുമായി എയർ ബബിൾ കരാർ ഉണ്ടാക്കണമെന്ന പ്രവാസികളുടെ ആവശ്യമാണ് ഇതോടെ പൂവണിയുന്നത്. പുതിയ എയർ ബബിൾ ധാരണയനുസരിച്ച് വിമാന കമ്പനികൾക്ക് കോവിഡ് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇനി സർവീസ് നടത്താവുന്നതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.